ഹേ ഓൾ, എന്താണ് എല്ലാ റാത്തല്ലേ? ചെറിയൊരു വീഡിയോ ചിലപ്പോൾ കുറച്ച് വലിപ്പമുണ്ടാവും. കാരണം ആദ്യത്തെ ഈ സംസാരത്തിൽ കുറച്ചുണ്ടാവും. കാരണം ഞാൻ ആ സ്ഥലത്തേക്ക് എത്തണ്ടേ, ആ സ്റ്റോറിയിലേക്ക് എത്തണ്ടേ. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഇന്ന് ഖത്തറിലെത്തിയിട്ടു. ഇന്നലെ രാവിലെ എത്തി. വീട്ടിൽ നിന്ന് പറഞ്ഞു ഇവിടെ എത്തിയാൽ നമുക്ക് പുറത്തുനിന്ന് സദ്യ ഓർഡർ ചെയ്യാം, ഉച്ചക്കേക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് അളിയനൊക്കെ വിളിച്ചെല്ലാം അറിയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആണ് മെസ്സേജ് ഗ്രൂപ്പിൽ വരുന്നത് ചെക്കന്മാരുടെ. ഇങ്ങനെ ഒരു ഓണത്തിന് നമുക്ക് എല്ലാവരും കൂടാം. എല്ലാവരും ആ സമയത്തുണ്ട്. കുറേ ആൾക്കാർ ഇവിടത്തേക്ക് വെക്കേഷൻ കഴിഞ്ഞ് എത്തിയത്, കുറേ ആൾക്കാർ ഇവിടുന്ന് വിസ അടിക്കാൻ വന്നിരിക്കുകയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ആൾക്കാരെല്ലാം എത്തി കറക്റ്റ് ഒരു ടൈമിങ് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കിട്ടില്ല സാധാരണ. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഒന്ന് ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ലാൻഡ് ചെയ്യുന്നതാണ് ഉച്ചക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ കാരണം പറയാനൊരു ഇതില്ല. അപ്പോൾ ഞാൻ നോക്കാം എത്തുന്നില്ലടേ ഉള്ളൂ, അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പറഞ്ഞു. പിന്നെ ഒരു ഇനി പറയല്ലോ ഇനി എന്താ ചെയ്യുന്നത് നമ്മളങ്ങനെ ചിറപ്പിച്ച് അതിൻ്റെ കുറേ ഊക്ക് കിട്ടിക്കും. അത് വെറും ആടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഭാഗത്ത് തെറ്റ് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മളൊരു ന്യായങ്ങൾ പറയുന്നത് അതും ചിലപ്പം കാര്യമില്ലാത്ത ന്യായങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച് സദ്യ കഴിച്ച് അങ്ങനെ എനിക്കൊരു പ്രതീക്ഷ ഇല്ലാണ്ടായി. അപ്പം ഞാൻ എന്തായി പോയി കയറി ഡോർ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ഡോറും തുറന്ന് കയറി. ചില ആൾക്കാരെല്ലാം അത്ഭുതപ്പെട്ട്, ചില ആൾക്കാർ മറ്റേ ചിരിക്കലും സന്തോഷം. ചില ആൾക്കാരുണ്ടല്ലോ മറ്റേ നമ്മളെ ഊക്കാനുള്ള കുറച്ച് ടീംസുകളുണ്ടല്ലോ. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഊക്കുന്ന ടീമാണെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മൾ അവിടെ പാവായി നിൽക്കണം. അപ്പോൾ ഒരു ടഫ് ഇട്ട് അപ്പോൾ നമ്മളെന്താക്കണം, നമ്മളവിടെ തിരിച്ചെന്നില്ല. നമ്മളവിടെ പോയിട്ടൊന്ന് ഇങ്ങനെ അങ്ങനെ കൂടെ പിടിച്ചാൽ മതി. കൂടെ പിടിച്ചാൽ പിന്നെ വിഷയമില്ല. അങ്ങനെ വല്ല പിടിച്ച് അതെല്ലാം കഴിഞ്ഞ് സദ്യ എന്തായാലും അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി കഴിച്ചതുകൊണ്ട്. പക്ഷേ പിന്നെ പരിപാടി തുടങ്ങി. ഞാൻ എന്താണ് വേറെ നേരെ എനിക്കൊരു മുണ്ടെടുത്ത് തന്ന് ഇട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് പിന്നെ ലെമൺ സ്പൂൺ റൈസ്, ചട്ടി ഒട്ടിക്കൽ, സുന്ദരിക, മുട്ടുകൂടൽ, ഈ പരിപാടിയല്ല. ഒന്നാമത് നാട്ടിൽ പോയിട്ട് മേലാകെ മറ്റേ വികസിപ്പിച്ചിരിക്കുന്നതിൽ പറയില്ലേ, മിന്നിച്ച് കയറിക്കും. നല്ല സൽക്കാരം ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും മേലൊന്നും അങ്ങനെ ഇളകിയില്ല. എന്നാൽ കളിക്കാൻ തന്നത് 2 കൈ നോക്കുക എന്നുള്ള രീതിയിൽ ലെമൺ സ്പൂണോ പുഷപ്പ് എടുക്കലോ എന്താ ചാട്ടെ പറ്റുന്നല്ല നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ ശരീരം. ഇങ്ങനെ എല്ലാവരും കൂടി മത്സരങ്ങൾ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സുകൾ ഞാൻ എടുത്തേക്ക്. ഒന്നാമത് ഞാൻ പറയില്ലേ ടയേർഡും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ കണ്ടതിനുള്ളൊരിതിലും ഓണാക്കേണ്ട സന്തോഷം കാര്യങ്ങളും എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല. ഞാനും എടുത്ത് കുറച്ച് പിന്നെ ചെങ്ങായിനെ കൊണ്ട് എടുപ്പിച്ചേക്ക്. അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കും. തുടങ്ങിയോ? അപ്പൊ ഇന്ന് നമ്മള് ഇന്ന് നമ്മൾക്ക് നാരങ്ങ റൈസ് എന്ന് പറയാം, ലെമൺ റൈസ്. എതിരാളികൾ 1 റഹൽ, 2 നിഹാൽ, 3 റഹീസ്. എല്ലാരും തോറ്റിരിക്കുന്നു. കൂട്ടത്തിലുള്ള തന്തമാര് എല്ലാരും കളിക്കുന്നവര് എന്താണ് എന്റെ വ്ളോഗിങ് ചാനൽ ഏതെങ്കിലും പോയി ഇത് വരും ഇതിലൊരില്ല ഇത് വരും. ഇവിടുത്തെ മൊഞ്ചവനാട്ടോ. ഞാൻ കഴിഞ്ഞു. അടുത്ത പരിപാടിക്കുള്ളത് ഷാമിൽ, നിഹാൽ, ഫസ്മിൽ, ഷാമിൽ. ആര് ജയിക്കും? ഫസ്മിൽ, ഷാമിൽ. ഷാമിൽ അടങ്ങി കളിച്ചല്ലേ. സ്പൂണ് ഫ്ലോപ്പാറ്. ഖത്തറിന്റെ മണമുള്ള ഖത്തറിൽ ഇതാ 3 വില്ലാളി വീരന്മാർ. വീടുണ്ട് രണ്ടാള് വീണ്
ആരാ ജയിക്കാം ഫസ്മി? എന്റെ അഭിപ്രായം ആരാ ജയിക്കാം? ഞാൻ ജയിച്ച ആളല്ലേ നീ അടുത്ത കളിയില് ഒന്നിനും ജയിക്കാത്ത ഷാമിന്റെ അഭിപ്രായം എന്താ? പൂരം കൊടിയേറി മക്കളെ. ഷഹീലെ ആരാ ജയിക്കാം? അറിയില്ല മച്ചു. ഇതാ അതന്നെ മുല്ല 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 ഞാൻ എന്താ തോറ്റെന്നറിയോ? ഈ പിള്ളേരൊന്നും ഓണില്ല. അവന്റെ സൈഡിൽ ഒരാൾ വേണം ചെറിയ അവനാ തോറ്റത്. പുറത്തുണ്ട് ചട്ടി ചട്ടി എല്ലാവർക്കും ഇല്ല. ജീവിതത്തിൽ എന്താണ് തരുന്നത്? എന്ന് വന്നാലും സ്നാക്സ് മുഖ്യം. ഇപ്പൊ സദ്യ അടിച്ച് കളുപുരിപ്പ്. അപ്പൊ അടുത്ത ഐറ്റം സുന്ദരിക്ക് പൊട്ടോടൽ. നമ്മളെ ഫസ്റ്റിൽ സാധനം ഇറക്കും. അപ്പം നല്ല അടിപൊളി മുന്നിൽ ഇവനുണ്ടാവും വീഡിയോ എടുക്കുക. പക്ഷെങ്കിൽ അതിന്റെ സ്കില്ലാട്ടോ ഈ കാണിപ്പിക്കണം. മലയാളി ഇൻട്രോയിലെ വ്ളോഗ് വീഡിയോഗ്രാഫർ മാറ്റി. ഇവനായിരുന്നു വീഡിയോഗ്രാഫർ. എനിക്ക് ട്രാൻസിഷൻ അറിയില്ല. ഞാൻ പൈക്കോലായിട്ട് വന്ന ശൈലി തിന്നുന്ന ഷാമില് ജിമ്മൻ. നമ്മള് കളിക്കണ്ടേ? ഫോട്ടോ 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 പെണ്ണും ചെക്കനും കൊടുക്കുന്നുണ്ട്. ആ സുന്ദരി സുന്ദരി അടിപൊളി. അടുത്തത് സുന്ദരിക്ക് പൊട്ടോട് ഫസ്റ്റ് ചെയ്യാ. ഒന്ന് ചേർത്ത് അവിടെ മോനെ തിരിക്കണ്ട കറക്കണ്ട കറക്കണ്ടേ? ആ കറക്കണം കറക്കണം. ഇവനിങ്ങനെ അളവെടുത്തടാ. ആ പെണ്ണെടുക്ക്. ആ ശൈല അളവെടുക്കുന്നത് കള്ളൻ. എടാ വെനൊരു ആർട്ടിസ്റ്റ് ആണ്. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നു. ഒന്ന് ഷോൾഡർ നീക്കിയ വൃത്തിയുണ്ടല്ലോ. സദ്യയുടെ ഒരുക്കങ്ങൾ തയ്യാറായി. എടാ ഇതെന്തല്ല ഉള്ളത് ശ്യാമല പറഞ്ഞ? ചോറ്, കൂട്ടുകറി, ക്യാബേജ് വരെ, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് വറുത്തായി, വാറ്റൽ മുളക്. ഇത് കൊണ്ടല്ലേ? കൊണ്ടാട്ടോ ഇത് പരിപ്പര. ആ നീ തന്നെ ഇങ്ങനെ പിടിച്ച് ഇല്ല വീഡിയോ എടുക്കാനായിരിക്കും. തിന്നു അഭിനയിച്ചാ മതിടാ. ഇത് പരിപ്പ് അറിയാം. പരിപാടി കലം പൊട്ടിക്കണം. നേരെ ഇട്ടുന്നതിന് മുമ്പ് എന്താക്കണം? നമ്മൾ കലം പൊട്ടിക്കണം. അതുകൊണ്ട് കലം പൊട്ടിക്കാൻ ഉച്ചിയിൽ നിൽക്കുന്നത് ഫസ്മിൽ. എന്നിട്ട് ആ താഴെ ഇങ്ങനെ വന്ന അവിടെ പൂക്കളും പാസ് അതിൻ്റെ ഇടയ്ക്ക് റഫൽ ഇതാ മന്ദായി പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആടെ ഒരു ഡിസ്കഷൻ. ഈ കാലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എന്താക്കും? ഇത് മൂന്നാമത് ടൈറ്റാക്കി ഇത് നേരെ കെട്ടും. എന്നിട്ട് പൊക്കി കളിക്കുന്നല്ല പറയുന്നത്. നമുക്ക് കണ്ടറിയാം. സാധനം ഇങ്ങനെ സൂം ചെയ്യില്ലേ?
കുഴച്ചടിത്തടിയാ. അപ്പൊ സദ്യക്ക് അല്ല ഓണത്തിന് സദ്യ കഴിക്കണം. ഞാൻ നേരത്തെ വന്നിട്ടില്ല, അതുകൊണ്ട് എന്താണ് നമ്മളെ സദ്യ ലേറ്റ് ആയിട്ട് സദ്യ കിട്ടി. അപ്പൊ എന്താക്കും, ഒരു തണുപ്പോട് ഒരു സദ്യ, കുറച്ച് പച്ചടി, കുറച്ച് കിച്ചടി, കുറച്ച് കൊണ്ടാട്ടം, കുറച്ച് വിൻറ്റേജ്, കുറച്ച് ഇതൊന്നും പിടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഉരുളങ്ങ് ഉരുട്ട, എന്നിട്ട് ബിസ്മില്ലാ. വീഡിയോക്ക് വേണ്ടി ഒരുപ്പിച്ചതാ. ഈ തിന്നത് ഞാൻ ഓൾറെഡി തിന്നതാ. അതുകൊണ്ട് തൽക്കാലം ഇത്ര സൂപ്പ് കയ്യോ ബാക്കി കാണാം. ഗൈസ് എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് ഗൈസ്? പറയാനില്ല, നല്ല സദ്യ. നമ്മള് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് കഴിച്ചു, പക്ഷെ അത് അത്ര പോരാ. എടുത്തെന്ന് ഞാൻ പറയുന്നില്ല, അത്ര പോരാ. ഇത് നല്ല സദ്യയല്ലേ? അതിന് ശേഷം 3 കൂട്ടം പായസമൊക്കെ ഉണ്ട്. നല്ല പായസം, പായസം പോയൊന്നും പൊളിയല്ലേ? ഞാൻ കണ്ടില്ല. സോറി, ഞാൻ എന്റെ വളർത്തു, ഞാൻ എന്റെ വളർത്തു കണ്ടുവിട്ടു. അപ്പോൾ ഇതാ നമ്മളെ ചട്ടി പൊട്ടിക്കലിൻ്റെ തുടക്കത്തിലാണ്. എല്ലാവരും തയ്യാറായി റെഡിയായി. അതാ മിനാജ് കണ്ണ് കെട്ടി, പിന്നെ ആരാ ഫവാസ്. ഹ്യൂമിഡിറ്റി കാരണം സീനുണ്ട്, എന്നാലും ഷാമില് എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. ചട്ടി റെഡിയാണല്ലേ? എടാ തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ. മിന്നാജിന്റെ കുറിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത എടാ പാട്ടായി സെഞ്ചുറി സത്യം. ബോഡി വിത്ത് മസിൽ ഷോ ഇവിടെ വേറെ. മടിമുട്ടി മടിമുട്ടി ഈ സാധനം ഷെയിലിന്റെ തലേ വന്നേ. ഓ അത് സീനാട്ടോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. അടിടാ അടിടാ. അടിച്ചടിച്ച് കുളിക്കാൻ പോവാ കുളിക്കാൻ പോവാ. ഞാൻ വീഡിയോ എടുക്കുന്നത്, എന്നൊന്നും ചെയ്യാൻ പറ്റൂല. ആ കിട്ടി ആ കിട്ടി. കുളിക്കാൻ പോവാ കുളിക്കാൻ പോവാ. കളോ ഞാൻ ഇറങ്ങണല്ലേ? പോരാ പിന്നെ എടുത്തേക്കാം. കുളിക്കാൻ ഗായ്സ് ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട്. 1 2 3 4 5 എണ്ണം ചെയ്താലും 2 മുന്നില്ല, അവിടെ എത്തുന്നില്ല. ഞാൻ ഇവിടെ മെല്ലെ പോവാം. ബാക്കി ബാക്കി എന്താക്കാം, നമുക്ക് കുളത്തിലെത്തി, അല്ല സോറി പൂളിലെത്തിയിട്ട്. നമ്മളിതാ പൂളിലെത്തി, കിളവൻ്റെ കമ്പൗണ്ടിലെ പൂള്. എല്ലാവരും റെഡിയാ? വേമ വേമ പടരുന്നു പടരുന്നു. കുളിക്കാൻ ഒറ്റ മൈൻഡ്. സിതോടെ സിതോടെ അവര് കുറച്ച് കണ്ടാൽ നമ്മൾ